അതേസമയം സംസ്ഥാന സർക്കാരും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തോ എന്നൊരു ചോദ്യമുണ്ട്. സ്പോൺസർഷിപ്പുകൾ ഇതുവരെ ഏകോപിപ്പിച്ചിട്ടില്ല. സഹായ വാഗ്ദാനങ്ങളും തീരുമാനമാക്കുന്നില്ല. കേന്ദ്രത്തെ മാത്രം പഴിചാരുകയാണോ? പുനരധിവാസത്തിന് 2219 കോടി രൂപ അനുവദിക്കണമെന്നതാണ് കേരളത്തിന്റെ ആവശ്യം. 291 കോടി രൂപയാണ് ആകെ കിട്ടിയത്. കേന്ദ്രം രാഷ്ട്രീയം കളിക്കുന്നു എന്നതാണ് കേരളത്തിന്റെ നിലപാട്. പുനരധിവാസത്തിനും നഷ്ടം നികത്താനും പണമില്ലാതെ വിഷമിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഇതോടെ പുനരധിവാസവും നീളുകയാണ്. ഇനി എത്ര നാൾ കാത്തിരിക്കണം? ടി വി പ്രസാദ് ചേരുന്ന വിശദാംശങ്ങളുമായി. ടി വി പ്രസാദ്, ഉന്നതതല സമിതിയിൽ പ്രതീക്ഷ വെക്കുകയാണ്. ചോദിച്ചതൊന്നും കിട്ടിയിട്ടുമില്ല, പ്രത്യേക പാക്കേജ് നൽകിയിട്ടില്ല. പക്ഷെ അപ്പോഴും സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടോ? സർക്കാരിനെ പഴിചാരുന്നതാണ് വീണ്ടും നമ്മൾ കണ്ടത് ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാരിന്റെ സത്യവാങ്മൂലത്തിൽ. വിനിത, രണ്ട് തരത്തിൽ ഇതിനെ കാണണം. ഒന്ന്, കേരളം പ്രതീക്ഷിച്ചത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയില്ല എന്നുള്ളത് വസ്തുതയാണ്. അതായത് ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചുകൊണ്ട് വലിയ തോതിലുള്ള ഒരു സഹായമാണ് കേരളം പ്രതീക്ഷിച്ചത്. സാധാരണഗതിയിൽ താരതമ്യേന ചെറിയ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ കേന്ദ്രം വാരിക്കോരി കൊടുക്കുന്ന ഒരു പതിവുണ്ട്. സാധാരണഗതിയിൽ അത് ആന്ധ്രയിലായാലും ബീഹാറിലായാലും ഉത്തരാഖണ്ഡിലായാലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ചെറുതും വലുതുമായ ദുരന്തങ്ങൾക്ക് കാര്യമായ സഹായം കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറുമുണ്ട്. എന്നാൽ ഇവിടെ ഇത്രയേറെ ആളുകൾ മരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടും നിരവധി ആളുകളുടെ ഉപജീവനവും താമസവും എല്ലാം ഇല്ലാതായിട്ടും അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് വന്ന് സന്ദർശിച്ചിട്ടും കാര്യമായ ഒരു സഹായവും ഉണ്ടായില്ല എന്നുള്ളതാണ് കേരളം പരാതി പറയുന്നത് എന്നതാണ് പ്രശ്നം. അവിടെയാണ് സംസ്ഥാനത്തിൻ്റെതായ രാഷ്ട്രീയം പറയാനും ശ്രമിക്കുന്നത്. അതായത് സാമ്പത്തികമായും ഒപ്പം രാഷ്ട്രീയമായും കേരളത്തെ ഒറ്റപ്പെടുത്താനാണ് കേന്ദ്രം ശ്രമിക്കുന്നത് എന്ന വാദമാണ് സർക്കാർ ഉന്നയിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഓഗസ്റ്റ് 17-ാം തീയതി തന്നെ പ്രാഥമികമായുള്ള ഒരു റിപ്പോർട്ട് കേന്ദ്രത്തിന് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ നവംബർ 13-ാം തീയതിയും കൊടുത്തു. അങ്ങനെ ആകെ ആവശ്യം 2219 കോടിയാണ്. അതിൽ വെറും 300 കോടിയിൽ താഴെ രൂപ മാത്രമാണ് കേരളത്തിന് ഇതുവരെ അനുവദിച്ചത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇതുകൊണ്ട് പുനരധിവാസമോ അതുപോലെ തന്നെ നഷ്ടപ്പെട്ടവരുടെ നഷ്ടം നികത്തുന്നതോ ആയ ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല എന്ന സ്റ്റാൻഡാണ് കേരളം ഉയർത്തുന്നത്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും കേരളം ചെയ്യേണ്ടത് ചെയ്തോ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി ചെയ്തില്ല എന്ന് തന്നെയാണ് പല കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ. അതായത് നിലവിൽ തന്നെ ഇഷ്ടംപോലെ ഏക്കർ ഭൂമി സ്പോൺസർഷിപ്പായി ഇതിനകം തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. 100 കണക്കിന് വീടുകളാണ് സ്പോൺസർഷിപ്പായി വന്നിട്ടുള്ളത്. മറ്റൊരുപാട് സഹായങ്ങളുണ്ട്. ഈ സഹായങ്ങളും സ്പോൺസർഷിപ്പുകളും കൃത്യമായി എങ്ങനെ വിനിയോഗിക്കണം എന്നത് സംബന്ധിച്ചുള്ള ഒരു പ്ലാനും ഇതുവരെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായി ഉണ്ടായില്ല എന്നുള്ളതും വിമർശന വിധേയമാക്കേണ്ടതാണ്. കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത് ചെയ്തില്ല.